കേട്ടിട്ടുണ്ട് ഒരു സീനിന് മുമ്പ് ഇവർ കുറെ ഫീഡ് തരും, കുറെ പറഞ്ഞു തരും. ചിലപ്പോൾ ആ പടത്തുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതായിരിക്കും, പക്ഷെ അത് ഇന്റേണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സീൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറയും. ഏതെങ്കിലും ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അതായത് ഈ ഓഡിഷൻ ടേപ്പ് തൊട്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സിനെയും കൊണ്ടുവന്നത്. ഇവർക്ക് റിഹേഴ്സൽ അല്ലെങ്കിൽ ആ ടീമിന് ഭയങ്കര റിഹേഴ്സൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ ആ ഒരു സെറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങ് വിടും. അതായത് അവിടെ നമുക്ക് ക്യാരവൻ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ തന്നെ ആ ചുറ്റുവട്ടത്ത് തന്നെ നമ്മളുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കതൊരു സെറ്റ് പോലെ ഫീൽ ചെയ്യണില്ല. നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ പോയി അഭിനയിക്കുന്നു, അത് തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. 6 to 6 ആയിരുന്നു ഷൂട്ട്. അപ്പം നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഇങ്ങനെ ഉണ്ടാവും. 3-4 പേര് കൂടി, ഡയറക്ടർ, ക്യാമറമാൻ, റൈറ്ററൊക്കെ കൂടിയിട്ട്, ചിലപ്പോൾ ആക്ടേഴ്സും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് ആക്ടേഴ്സുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശ്യാമേട്ടൻ അങ്ങ് മൂലയ്ക്ക് മാറിപ്പോയി ഒരു ബോർഡുമായിട്ട് ഇരുന്നിട്ട് ഡയലോഗ്സ് എഴുതുന്നു. എഴുതിയിട്ട് ഇതെല്ലാം പട്ടപ്പട്ടേന്ന് നടക്കുന്നത്. എഴുതിയിട്ട് വരുന്നു, എന്നിട്ട് ആ സംഭവം ഇങ്ങനെ കാണിച്ചു തരും, ഇതാണ് ഡയലോഗ്. അപ്പം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന പോലെ അങ്ങ് പറഞ്ഞോ, അത്രയേ ഉള്ളൂ. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര പുതുമയായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതേ മൈൻഡ് സെറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷ്ണു തയ്യാറായാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടീം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും അതുപോലെ അവരുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ അവർ ചെയ്യണ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഞങ്ങളെയും കൂട്ടാമോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട്, അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു അവിടെ നടന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാത്യുവിനെ ഇവർ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്ത് ശരിക്കും ഇങ്ങനെ മറ്റേ കൊക്കൂണിന്ന് ഒരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെയായിരുന്നു മാത്യുവിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും. കാരണം ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മാത്യു കൊടുത്ത ഒരു സംഭവമല്ല, സിനിമ തീർന്ന് മാത്യു ആസ് എൻ ആക്ടർ ഓരോ റിയാക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് അവൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി നമുക്ക് നമ്മളെ പേഴ്സണലി മനസ്സിലാവും. പക്ഷെ ഒരു കുട്ടി അങ്ങനെ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. എസ്പെഷ്യലി ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ, ഇവർ വല എറിഞ്ഞിട്ട് ഫാഫേനെ ഷമീനെ പിടിക്കുന്ന പരിപാടി. അപ്പം അന്ന് ഞങ്ങൾക്ക് ഷൂട്ടില്ല, എനിക്കും അന്നയ്ക്കും ഷൂട്ടില്ല. ഞങ്ങളെ കട്ടിൻ്റെ അടിയിലിട്ട് ശരിയാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല, കാരണം ഞങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവരെടുക്കുന്ന പ്രിപ്പറേഷൻ, അതായത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഫൈറ്റ് അല്ല. നമ്മൾ കുറച്ച് നാൾ കൂടി മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സീക്വൻസ് ആണ് കുമ്പളങ്ങിയിൽ പരീക്ഷിച്ചത്. അപ്പം അതിൽ ഈ വല എറിഞ്ഞ് ഫാഫിനെ പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു. ഈ വല എറിഞ്ഞ ഒരു മനുഷ്യനെ പിടിക്കുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടി ദിലീഷ് ഏട്ടൻ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു. മാത്യുവിനെ ഇങ്ങനെ ലിറ്ററലി ഒരു കൊച്ചു കുഞ്ഞിനെ എഴുതാൻ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മാറി നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവണത് ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, ഇതിൽ അഡ്മിഷൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണെന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്യുവിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അവൻ ചെറുപ്പത്തിൽ അവൻ്റെ കുട്ടിയായിരുന്നപ്പോഴായിരുന്നല്ലോ അത് ചെയ്തത്. ഭയങ്കര രസം. ഈവൻ അന്ന വർക്ക് ചെയ്യുന്ന, അന്നയുടെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലേ അല്ല അന്നയുടേത്. പക്ഷെ എന്നാലും എല്ലാവരും ആ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങോട്ട് പോവും. അത് ഭയങ്കര ഭയങ്കര രസം. എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴും തീരില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ ഷോട്ടിലും ബാറ്റ് അടിക്കുന്ന സീനിലാണെങ്കിലും എനിക്കറിയത്തില്ല അതിനത്രയും കയ്യടി കിട്ടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം അതിനാകെ 3 ബാറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ബാറ്റേ ഉള്ളൂ. അപ്പോൾ 2 ബാറ്റ് റിഹേഴ്സലിനും 1 ബാറ്റ് ടേക്കിനും. ഈ ബാറ്റ് അടിച്ചിട്ട് പൊട്ടുന്നില്ല, കാരണം ഇതൊരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ എഡ്ജിൽ കൊണ്ടാലേ ഇത് പൊട്ടുള്ളൂ. കസേരയുടെ നേരെ അടിച്ചാൽ ഇത് പൊട്ടൂല. അങ്ങനെ 2 എൻ്റെ കൈ ആകെ വേദന എടുക്കാൻ തുടങ്ങി അടിച്ചിട്ട്. അപ്പോൾ 2 അടിച്ചു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എങ്ങനെയോ പൊട്ടി. പക്ഷെ പൊട്ടുമ്പോൾ ഇതൊരു ഭംഗിയില്ലാത്ത പൊട്ടലായി, തീർച്ചയൊക്കെ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, 1 ബാറ്റും കൂടെ ഉള്ളൂ ഗ്രേസ്, ഇത് എങ്ങനെയും അടിച്ച് പൊട്ടിച്ചോളൂ, ഇതാണ് ടേക്ക്, ഇനി നമുക്ക് ബാറ്റില്ല, മേടിക്കാനും പറ്റൂല എന്ന് പറഞ്ഞു. സാധാരണ പ്രൊഡക്ഷൻ പറയും കുഴപ്പമില്ല, നമുക്ക് ബാറ്റ് വേറെ മേടിക്കാന്നല്ലോ. ഇതങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രഷറും ബാറ്റ് പൊട്ടണം, ഈ സീനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കൊണ്ട് പണ്ടാരം പുലി എങ്ങനെയാണ് പൊട്ടി എടുത്ത് കറക്റ്റ് അതിങ്ങനെ പൊട്ടി നല്ല ഭംഗിയായിട്ട് ബാറ്റ് എന്നോട് സഹകരിച്ചു.
അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഇത് തൊട്ട് മുന്നേ ഞാൻ ബാറ്റിനോട് പറഞ്ഞു, എന്നോട് എൻ്റെ കൂടെ നിന്നേക്കണേ, ഇത് പൊട്ടുമ്പോൾ എൻ്റെ കൂടെ നിന്നേക്കണേ എന്ന് പറഞ്ഞു. ഇന്നും ഞാനത് സീരിയസ്ലി വിഷ്ണു, ഇന്നും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് ഷോട്ട് എടുക്കുമ്പോഴും എൻ്റെ കൂടെ ഉള്ള പ്രോപ്പർട്ടിനോട് ഞാൻ പറയും, നമ്മളിത് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ നിന്നേക്കണേന്ന് ഞാൻ ആ പ്രോപ്പർട്ടിയോട് പറയും. സീരിയസ്ലി അത് മാജിക് ആയിരിക്കും സംഭവിക്കണേ. സീരിയസ്ലി നമ്മൾ എസ്പെഷ്യലി നമ്മൾ സിനിമയിൽ നമുക്ക് കിട്ടുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ലാത്ത വണ്ടികളായിരിക്കും കിട്ടണത്. ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു പൊസിഷൻ കാണിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് വണ്ടി അന്നേരം ബ്രേക്കും ഉണ്ടാവില്ല, നമ്മൾ കൊണ്ട് നിർത്തുന്ന അടുത്ത ജംഗ്ഷനിലായിരിക്കും. ഇൻഡിക്കേറ്റർ ഇടാൻ ഇൻഡിക്കേറ്റർ വർക്ക് ആവില്ല, ലൈറ്റ് ഇടാൻ ലൈറ്റ് വർക്ക് ആവില്ല. അപ്പോഴത്തേക്കും ഡയറക്ടറിന് ടെൻഷൻ ആവും, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യണേ. അപ്പൊ നമ്മൾ വണ്ടികളോട് നമ്മൾ ചെല്ലുമ്പോഴേ ആദ്യമേ പറയാം, ഡേ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്, സഹകരിച്ചേക്കണം, ഈ ഷോട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അതുപോലെ തന്നെ ചെയ്യും. സീരിയസ്ലി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു പേനയാണെങ്കിലും നുണക്കുഴിയില് ഞാൻ ബേസിൽ വരുന്ന സമയത്ത്, ബേസിൽ വന്നിങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് ഞാൻ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് പേന ഇങ്ങനെ വെച്ചിട്ട് പോവും. അപ്പൊ ആ സമയത്ത് ഈ പേപ്പർ പറക്കണം. ഈ പേപ്പർ പറന്ന് പോയാലേ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പേപ്പർ തപ്പി ചെല്ലുമ്പം ബേസിൽ കട്ടിൻ്റെ അടിയിലിരിക്കണത് അറിയാതെ പോവുള്ളൂ. ആദ്യം ഈ പേപ്പർ പറക്കുന്നില്ല, എത്ര അവിടെ നിന്ന് കാറ്റടിച്ചിട്ടും പേപ്പർ പറക്കുന്നില്ല, കറക്റ്റ് ടൈമിങ്ങിൽ പറക്കണം. അപ്പം നമ്മളിത് പറയണമെന്നും ആരും അറിയത്തില്ലല്ലോ. അവസാനം ഞാൻ പേപ്പറിനോട് പറഞ്ഞു, ഒന്ന് മുന്നിച്ചേക്കണേ. സീരിയസ്ലി പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ എണീറ്റ് പോയി ആ സ്പോട്ടിൽ ഒരു കാറ്റടിച്ചു, ആ പേപ്പർ പറക്കേണ്ട രീതിയിൽ ആ പേപ്പർ പറന്ന് താഴെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേ സംഭവം ഞാൻ അജു ചേട്ടനോട് പറഞ്ഞു. അജു ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അജു ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ പൊന്നു ക്രീസ് നേരത്തെ പറയാൻ പറയുന്നില്ലേ, ഇവർക്ക് എപ്പോഴും പറഞ്ഞാൽ ഇവർ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിഗരറ്റ് സമയത്ത് കത്തണം, ലൈറ്റർ ഓൺ ചെയ്യുമ്പോൾ തീ വരില്ല. അപ്പൊ നമുക്ക് ഇത് ഓക്വേർഡ് ആണല്ലോ. അതുപോലെ തന്നെ ഈ സമയത്തിന് പുക വരില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അജുചേട്ടൻ പറഞ്ഞു, ഈ ഇത് നേരത്തെ പറയാൻ പറയുന്നില്ല, ഈ പുല്ല് ഞാൻ ഒന്ന് പരീക്ഷിക്കാലോ എന്ന്. പക്ഷെ അത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ചുമ്മാ എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാ. കാരണം ഇവർക്കൊക്കെ ഒരു എനർജി ഉണ്ടെന്നേ. ബഷീറിന്റെ ഫാനായിരുന്നു എന്താ അങ്ങനെ ചോദിച്ചാൽ ചില ഇലകളിൽ പുള്ളിയുടെ റൈറ്റിങ്ങില് പുള്ളി ഇങ്ങനെ ഒരിക്കലും പുള്ളിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളി മൂർഖനെ വിളിക്കുന്ന സഖാവ് മൂർഖൻ എന്നാ. പുള്ളി വളർത്തുന്നയുടെ പേര് ഷാൻ എന്നൊക്കെയാണ്. അപ്പൊ അതുവരെയും അങ്ങനെ ആൾക്കാരെ ഒന്നും അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിധമില്ല. അപ്പൊ ആള് പഴുതാര കടിക്കുമ്പോൾ അത്രയും ബഹുമാനത്തോടുകൂടി പഴുതാരനെ അഡ്രസ്സ് ചെയ്യുന്നൊക്കെ ആളുടെ എഴുത്തില്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ കുറെ കാലത്തിന് ശേഷം അത് ലിവിങ് കാര്യങ്ങളാണ്, നോൺ ലിവിങ് ഒബ്ജക്ട്സിന് ഇത്രയും സ്നേഹത്തോടു കൂടി. അറിയോ, നമ്മൾ ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ഓഫ് ടൈമിലല്ലേ നമ്മൾ ഈ വർക്ക് ചെയ്യണേ. അപ്പൊ ആ സമയത്ത് നമ്മൾ മാത്രമല്ല ആ ഫ്രെയിമിലുള്ളത്. ചില സമയത്തൊക്കെ നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഷോട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോഴത്തേക്ക് വരും കട്ട് പറയാൻ തൊട്ട് മുന്നേ ബാക്കിൽ നിൽക്കുന്ന ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് ആണിയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ വീഴും. അതൊരു ഹൊറർ മൂവി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതിനകത്ത് കയറ്റി വിടാം. പക്ഷെ നോർമലി അത് പറ്റില്ലല്ലോ. അപ്പം എപ്പോഴും നമുക്ക് വിചാരിച്ചു നല്ല ഷോട്ടാണ്, 1 more എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പോയി. അപ്പൊ ഡയറക്ടറും പറയും നല്ല ഷോട്ടാണ് ഗ്രേസ്, 1 more അല്ലെങ്കിൽ 1 more പോവാം. അപ്പം ചില സമയത്ത് നമ്മൾ പറയുവാണ് ആ ഫ്രെയിമിലുള്ളത് എല്ലാവർക്കും ജീവനുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അതൊരു വിയേർഡ് തോട്ടാണ്, പക്ഷെ വർക്കൗട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് വിയേർഡ് അല്ല. സ്റ്റിൽ ഇറ്റ്സ് അവരും ഒക്കെ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റിൽ ഈ ഫ്രെയിമിൽ ആ മുകളിൽ നിന്ന് അത് താഴെ വീണ് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ തലയിൽ പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, മൊത്തം പണി മാളൂല്ലേ. സത്യം പറയാം, ഗ്രേസിന്റേതായ ഒരു ഇമാജിനറി വേൾഡ് സംസാരിക്കാറുണ്ടോ? യെസ് യെസ് ഉണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചോളൂ. സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണം നമ്മൾ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ സംസാരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ പറയാൻ വെച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെളിയിലേക്ക് വരുള്ളൂ. അന്നേരമാണ് നമ്മൾ പറയണത് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയറാ അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര റെയറാണ്. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മളെ തന്നെ കേൾക്കുക എന്ന്. ഭയങ്കര വിയേർഡാണ്. എൻ്റെ ഉള്ളിൽ കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തത്, അതിൽ പറയുന്നതും ഇത്രയും വിയേർഡായിട്ടുള്ള കാര്യങ്ങളും. ബട്ട് ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ മിററിൽ നോക്കി നമ്മൾ അടിപൊളിയാന്നൊക്കെ പറയാ. അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് സ്വയമേ പറയുമ്പോഴും അല്ലെങ്കിൽ നീ അടിപൊളിയാന്ന് പറയുമ്പോഴും കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ആ ദിവസം മുഴുവൻ നമ്മളെ കൊണ്ടുപോകും. അത് ഭയങ്കര അടിപൊളിയാ.
ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ശാന്തികൃഷ്ണ മാമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ ലോസ് ഉണ്ട്. അപ്പം ഇവർ കണ്ണാടി നോക്കിയിട്ട് ശാന്തി യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അതാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ ഡി-ഏജിങ് ആയിട്ട് അവർ വർക്കായെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമത്തേക്ക് ഇവർ എന്തിനാ ഇങ്ങനെ പറയുന്നത്, എന്നെ ഇവരെ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് പോകണമെന്ന് ഇവർ മനസ്സിലാക്കാതെയല്ലേ ഇത് പറയുന്നത്. ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും കഴിക്കുന്നതൊക്കെ ഇച്ചിരി കുറയ്ക്കുക എന്ന് പറയും. ബട്ട് സ്റ്റിൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വായുവും വെള്ളവും മാത്രമാണ് കഴിക്കുന്നത്. ബട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സർജറി ഉണ്ടായി, അപ്പോൾ അതിനെടുക്കുന്ന സ്റ്റിറോയിഡ്സ് കാരണം എന്ത് ചെയ്താലും വെയിറ്റ് ലോസ് ആവുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. എനിക്ക് എന്നെ അറിയാം, ഞാൻ ആരെയും എനിക്കിതാണ് പറ്റിയതെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഭയങ്കര വണ്ണമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് അത് അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ പറയുന്നത് നമ്മൾ എടുത്തോളണം, തിരിച്ച് നമ്മൾ പറയുന്നത് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരിങ്ങനെ അതിന് അല്ല പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനും പറഞ്ഞതേ ഉള്ളൂ. അതും അവർ പറഞ്ഞതിനേക്കാളും ഹേർട്ട്ഫുൾ ആണ് നമ്മൾ തിരിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി ഞാൻ അറിയാതെ. സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്കറിയാം അത് വേറൊരു ലൈഫാണ്, അതിലേക്ക് പോവാൻ ഇപ്പോഴും ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റാത്ത, അത് എൻ്റെ ഒരു കുറവാണോ എൻ്റെ ഒരു നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ ഞാൻ വേറൊരു ഏലിയൻ വേൾഡായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ 1% പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇൻ്റർവ്യൂസ് വന്ന് ചോദിക്കും അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എൻ്റെ പ്രൊഫഷനാണിത്, അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എസ്പെഷ്യലി അങ്ങനെ വേണമെങ്കിൽ അവരോട് ചോദിക്കണം, അവരുടെ പെർമിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും അതിൽ താല്പര്യപ്പെടുന്നില്ല. റീസെൻ്റ്ലി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അവരെ കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും കാമാക്കി വെക്കുക. നമ്മളെ ഒരു സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.